അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, 12 വർഷങ്ങൾക്കു ശേഷം സദ്ദാം ഹുസൈൻ്റെ ഖബർ തുറന്നപ്പോൾ അതിനുള്ളിൽ എന്താണ് അത്ഭുതകരമായ കാഴ്ച കണ്ടത്? അത് കണ്ട എല്ലാവരും അമ്പരപ്പിച്ചു. ഇറാഖിൻ്റെ മുൻ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ്റെ ഖബർ വർഷങ്ങൾക്കു ശേഷം തുറന്നത്. കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിൽ ഇസ്ലാമിനെ എതിർക്കുന്ന ശക്തികൾക്കെതിരെ പോരാടിയ 2 മുസ്ലിം നേതാക്കൾ ഉയർന്നുവന്നു. അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നേരിട്ട് വെല്ലുവിളിച്ചു. അവരുടെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടുത്തി. ഒരാൾ സുൽത്താൻ അബ്ദുൽ ഹമീദായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയും ഇസ്ലാമിനോടുള്ള അടിയുറച്ച പ്രതിബദ്ധതയും കാരണം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തെ ഏറ്റവും വലിയ ഭീഷണിയായി കണ്ടു. രണ്ടാമത്തെ വ്യക്തി ഇറാഖിൻ്റെ മുൻ പ്രസിഡന്റ് സദ്ദാം ഹുസൈനായിരുന്നു. അറബ് ലോകത്തെ ഏറ്റവും ശക്തനായ നേതാവായ സദ്ദാം ഹുസൈനെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയിലൂടെ കെണിയിൽപ്പെടുത്തി കഴുമരത്തിൽ തൂക്കി. എന്നാൽ ഏകദേശം 12 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഖബർ തുറന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്തായിരുന്നു എന്ന് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കും. സുൽത്താൻ അബ്ദുൽ ഹമീദിനെ പോലെ സദ്ദാം ഹുസൈനും തൻ്റെ ജീവിതം മുഴുവൻ ഇസ്ലാമിനെ എതിർക്കുന്ന ശക്തികളോട് പോരാടി. എന്നാൽ സുൽത്താൻ അബ്ദുൽ ഹമീദിനെ പോലെ അദ്ദേഹവും അവസാനം തൻ്റെ സ്വന്തം ആളുകളുടെ വഞ്ചന മൂലം ശത്രുക്കളുടെ ഗൂഢാലോചനയ്ക്ക് ഇരയായി. 2006 ഡിസംബർ 30 സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി. അദ്ദേഹത്തിൻ്റെ തൂക്കുമരണം ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ശത്രുക്കൾ എല്ലാവിധത്തിലും ശ്രമിച്ചു സദ്ദാം ഹുസൈനെ മാപ്പ് അപേക്ഷിക്കാൻ നിർബന്ധിക്കാൻ. എന്നാൽ അവസാന നിമിഷം വരെ അദ്ദേഹം മാപ്പ് അപേക്ഷിച്ചില്ല, ഖേദം പ്രകടിപ്പിച്ചില്ല. ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം ഷഹാദത്ത് കലിമ ഉരുവിട്ടു. എന്നാൽ അവസാന വാക്കുകൾ പൂർണ്ണമായി പറഞ്ഞു തീർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സദ്ദാം ഹുസൈൻ്റെ തൂക്കുമരണത്തിനു ശേഷം അദ്ദേഹം ജനിച്ച തൻ്റെ ഗ്രാമത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരം അടക്കം ചെയ്യപ്പെട്ടു. അവിടെ ഒരു ശവകുടീരവും നിർമ്മിക്കപ്പെട്ടു. അന്നു മുതൽ ഇന്നുവരെ എല്ലാ ഏപ്രിൽ 28 സദ്ദാം ഹുസൈൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ആ ഖബറിനരികിൽ വലിയ ജനക്കൂട്ടം ഒത്തുകൂടാറുണ്ട്. ഈ ദിവസം പ്രമുഖ വ്യക്തികൾക്കൊപ്പം സ്കൂൾ കുട്ടികളും ഇവിടെ എത്താറുണ്ട്. നിന്റെ അറിവിൻ്റെ വർധനവിനായി പറയട്ടെ, സദ്ദാം ഹുസൈൻ്റെ ഈ ഖബർ എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നു. കാരണം ഇറാഖിലെ ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത് സദ്ദാം ഹുസൈൻ്റെ ശരീരം ഇപ്പോൾ ആ ഖബറിൽ ഇല്ലെന്നാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം വളരെ മുമ്പേ എടുത്തുമാറ്റപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. ഈ ശരീരം ആരാണ് എടുത്തത്, എങ്ങനെ എടുത്തു? ഇതിനെക്കുറിച്ച് വിവിധ ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഒരു വാദം ഇതാണ്: സദ്ദാം ഹുസൈനെ അടക്കം ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിന്റെ ഉത്തരവിൻ പ്രകാരം അദ്ദേഹത്തിൻ്റെ ശരീരം ബാഗ്ദാദിലേക്ക് കൊണ്ടുപോകാൻ ഉത്തരവിട്ടു. ഖബർ തുറന്നപ്പോൾ അവിടെ സന്നിഹിതരായ മുസ്ലിം, ക്രിസ്ത്യൻ, ജൂതവിശ്വാസികൾ ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു. അവർ കണ്ടത് സദ്ദാം ഹുസൈൻ്റെ മുഖം ഒരു ജീവനുള്ള മനുഷ്യൻ്റേതുപോലെ തിളങ്ങുന്നതും അദ്ദേഹം ആഴ്ന്ന ഉറക്കത്തിൽ കിടക്കുന്നതുപോലെ തോന്നിപ്പിക്കുന്നതുമായിരുന്നു. ഇദ്ദേഹത്തെ അടക്കം ചെയ്യപ്പെട്ട് 12 വർഷങ്ങൾക്ക് ശേഷമുള്ള സംഭവമാണ്. എന്നാൽ ചിലർ വാദിക്കുന്ന സദ്ദാം ഹുസൈൻ്റെ ശരീരം അവിടെ നിന്ന് എടുത്തുമാറ്റപ്പെട്ടെങ്കിലും അത് ബാഗ്ദാദിലേക്ക് കൊണ്ടുപോയില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത വ്യക്തികൾ അത് ഒരു രഹസ്യ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അടക്കം ചെയ്തുവെന്നാണ്. ആ സ്ഥലം ഇന്നുവരെ ആർക്കും കണ്ടെത്താനായിട്ടില്ല. മറ്റു ചിലർ വിശ്വസിക്കുന്ന സദ്ദാം ഹുസൈനോട് തീവ്രമായ വെറുപ്പുണ്ടായിരുന്നവർ ഖബറിനു നേരെ ബോംബ് ആക്രമണം നടത്തി അദ്ദേഹത്തിൻ്റെ ശരീരം അപ്രത്യക്ഷമാക്കി എന്നാണ്. അതേസമയം മറ്റു ചിലർ പറയുന്ന സദ്ദാം ഹുസൈൻ്റെ ശരീരം ശത്രുക്കൾ അപഹരിച്ചതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ മകൾ ഹാല ജോർദാനിൽ താമസിക്കുന്നവൾ ഒരു ദിവസം തൻ്റെ സ്വകാര്യ വിമാനത്തിൽ രഹസ്യമായി ഇറാഖിലെത്തി തൻ്റെ പിതാവിൻ്റെ ഖബറിൽ നിന്ന് ശരീരമെടുത്ത് ജോർദാനിലേക്ക് കൊണ്ടുപോയി എന്നാണ്. ഇവയെല്ലാം വാദങ്ങളാണിതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അള്ളാഹുവിനാണ് അറിയൂ. എന്നിരുന്നാലും സദ്ദാം ഹുസൈൻ്റെ ശവകുടീരത്തിന് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സുഹൃത്തുക്കളെ, സദ്ദാം ഹുസൈൻ ഉറച്ച വിശ്വാസമുള്ള ലളിതമായ ഒരു മനുഷ്യനായിരുന്നു. മരണത്തെ അവൻ ഒരിക്കലും ഭയപ്പെട്ടില്ല. പുഞ്ചിരിയോടെ മരണത്തെ ആലിംഗനം ചെയ്തു. ഈ വീഡിയോ നിനക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇത്തരം നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.